നിയമാവർത്തനം 34 അധ്യായം. അനന്തരം മോശ മൊവാബ് സമതലത്തിൽ നിന്ന് ജെറീക്കോയുടെ എതിർവശത്തുള്ള പിസ്ഗായുടെ ഉച്ചിയായ നെബോമലയിലേക്ക് കയറി. കർത്താവ് ദേശം മുഴുവൻ അവനെ കാണിച്ചു. ഗിലെയാദ് മുതൽ ദാൻ വരെയും നഫ്താലി മുഴുവനും എഫ്രായിമിൻ്റെയും മനാസയുടെയും ദേശവും പശ്ചിമ സമുദ്രം വരെയുള്ള യൂദാദേശം മുഴുവനും നെഗബും സോവാർ വരെയുള്ള ഈന്തപ്പനകളുടെ പട്ടണമായ ജെറീക്കോയുടെ താഴ്വര പ്രവിശ്യയും. അനന്തരം കർത്താവ് അവനോട് പറഞ്ഞു, നിന്റെ സന്തതിക്ക് നൽകുമെന്ന് അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഞാൻ ശപഥം ചെയ്ത ദേശം ഇതാകുന്നു. നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ ഞാൻ അത് കാണാനിടയാക്കിയിരിക്കുന്നു. എന്നാൽ നീ അവിടേക്ക് കടക്കുകയില്ല. കർത്തൃദാസനായ മോശ കർത്താവിൻ്റെ വാക്കനുസരിച്ച് മൊവാബ് ദേശത്ത് വെച്ച് മരിച്ചു. മൊവാബ് ദേശത്ത് ബെത്പയോറിനെതിരെയുള്ള താഴ്വരയിൽ അവിടുന്ന് അവനെ സംസ്കരിച്ചു. ഇന്നുവരെ അവൻ്റെ ശവകുടീരം ഒരാൾക്കും അറിഞ്ഞുകൂടാ. മരിക്കുമ്പോൾ മോശയ്ക്ക് 120 വയസ്സായിരുന്നു. അവൻ്റെ കണ്ണ് മങ്ങുകയോ ഉന്മേഷം മായുകയോ ചെയ്തിരുന്നില്ല. ഇസ്രായേല്യർ 30 ദിവസം മൊവാബ് സമതലത്തിൽ മോശയെ പ്രതി കരഞ്ഞു. മോശയെ പ്രതിയുള്ള വിലാപക്കണ്ണീരിൻ്റെ ദിനങ്ങൾ അവർ പൂർത്തിയാക്കി. നൂനിൻ്റെ പുത്രനായ ജോഷുവ ജ്ഞാനത്തിൻ്റെ ചൈതന്യത്താൽ പൂരിതനായിരുന്നു. എന്തെന്നാൽ മോശ അവൻ്റെ മേൽ കൈവപ്പ് നടത്തിയിരുന്നു. ഇസ്രായേല്യർ അവനെ അനുസരിക്കുകയും കർത്താവ് മോശയോട് കൽപ്പിച്ചിരുന്നത് പോലെ അവർ പ്രവർത്തിക്കുകയും ചെയ്തു. കർത്താവ് മുഖാമുഖം അറിഞ്ഞ മോശയെപ്പോലെ മറ്റൊരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നീട് ഉയർന്നു വന്നിട്ടില്ല. കർത്താവ് മോശയെ അയച്ചത് ഈജിപ്ത് ദേശത്ത് ഫറവോയ്ക്കും അവൻ്റെ എല്ലാ ദാസന്മാർക്കും രാജ്യം മുഴുവനുമെതിരെ എല്ലാ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യാനും ഇസ്രായേല്യരെല്ലാവരും കാണെ ഓരോ ശക്തിപ്രവൃത്തിയും മഹത്വം ഭീതിതവുമായ ഓരോ കൃത്യവും പ്രകടമാക്കാനും വേണ്ടിയായിരുന്നു.